മുംബൈ കാണാനെത്തുന്ന ടൂറിസ്റ്റുകളുടെ പ്രധാന സ്റ്റോപ്പുകളിലൊന്നാണ് ഷാരൂഖ് ഖാന്റെ വസതിയായ മന്നത്ത്. ബാന്ദ്രയിൽ കടലിന് അഭിമുഖമായി നിലകൊള്ളുന്ന ഈ അത്യാഡംബര ബംഗ്ലാവ് നിരവധി സിനിമകളിലും ഇടം പിടിച്ചിട്ടുണ്ട്. മുംബൈയിലെത്തിയാൽ മന്നത്തിന് മുന്നിൽ നിന്നൊരു ഫോട്ടോ നിർബന്ധമാണ് ടൂറിസ്റ്റുകൾക്ക്. വിശേഷാവസരങ്ങളിൽ മന്നത്തിന്റെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ട് ആരാധകർക്ക് സർപ്രൈസ് ഒരുക്കാറുണ്ട് ഷാരൂഖ്. പിറന്നാളിന് മന്നത്തിന് മുന്നിലെ ജനക്കൂട്ടത്തിനൊപ്പം താരം മിക്കപ്പോഴും ഫോട്ടോയ്ക്ക് പോസും ചെയ്യും. അമിതാഭ് ബച്ചന്റെ വസതിയായ ജൽസയും സൽമാൻ ഖാന്റെ ഗാലക്സി അപ്പാർട്ട്മെന്റും ഒക്കെ ഇഷ്ട ലിസ്റ്റിലുണ്ടെങ്കിലും മന്നത്തിനോടെന്തോ പ്രത്യേക ഇഷ്ടമാണ് ആളുകൾക്ക്. പക്ഷേ ഇപ്പോഴിതാ ആരാധകരെ നിരാശപ്പെടുത്തി മന്നത്തിൽ നിന്ന് താമസം മാറ്റുകയാണ് ഷാരൂഖും കുടുംബവും. ഇനി 2 വർഷത്തേക്ക് ഷാരൂഖും കുടുംബവും മന്നത്തിൽ ഉണ്ടാകില്ല. പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായാണ് ഈ വിട്ടുനിൽപ്പ്. 2001 നരിമാൻ ഡൂബാഷിൽ നിന്ന് വാങ്ങിയതിൽ പിന്നെ ഇതാദ്യമായാണ് മന്നത്തിലൊരു റിനോവേഷൻ. മുംബൈയിൽ പാലി ഹിൽ ഏരിയയിലെ ആഡംബര അപ്പാർട്ട്മെന്റിലേക്കാണ് ഷാരൂഖും കുടുംബവും നിലവിൽ മാറുന്നത്. മന്നത്തിലോണം വരില്ലെങ്കിലും അത്രത്തോളം തന്നെ സൗകര്യമുള്ള അപ്പാർട്ട്മെന്റിന് 24 ലക്ഷം രൂപയാണ് പ്രതിമാസം വാടക. തന്റെ വീട് ചെറുതാണെന്ന് പല വേദികളിലും തമാശ രൂപേണ പറഞ്ഞിട്ടുണ്ട് ഷാരൂഖ്. എന്നാൽ ഇത് പകുതിയെങ്കിലും കാര്യമാണെന്നാണ് മന്നത്തിന്റെ പുനർനിർമ്മാണത്തിലൂടെ വ്യക്തമാകുന്നത്. ബാന്ദ്രയിൽ അതിസമ്പന്നർ മാത്രം താമസിക്കുന്ന ബാൻഡ് സ്റ്റാൻഡ് ഏരിയയിലാണ് മന്നത്ത്. 27,000 സ്ക്വയർ ഫീറ്റിൽ 6 നിലകളിലായി പണിതുയർത്തിയിരിക്കുന്ന മന്നത്തിന്റെ ഏകദേശ മൂല്യം 200 കോടിയാണ്. വീട് വാങ്ങുമ്പോൾ വില്ല വിയന്ന എന്നായിരുന്നു അതിന്റെ പേര്. 13 കോടി രൂപയ്ക്കാണ് അന്ന് ഷാരൂഖ് അത് സ്വന്തമാക്കുന്നത്. യെസ് ബോസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഷാരൂഖ് ഈ ബംഗ്ലാവിൽ ആകർഷനാവുകയും ഇത് വിലയ്ക്ക് വാങ്ങുകയുമായിരുന്നു. പല്ലാഡിയൻ വാസ്തുശില്പിയിൽ നിർമ്മിച്ചിരിക്കുന്ന നിയോ ക്ലാസിക്കൽ സ്റ്റൈൽ ബംഗ്ലാവാണ് വില്ല വിയന്ന. ഗ്രേഡ് 3 പൈതൃക മേഖലയിലാണ് വീടിരിക്കുന്ന പ്രോപ്പർട്ടി. അതുകൊണ്ട് തന്നെ വീട് റിനോവേറ്റ് ചെയ്യണമെങ്കിൽ സർക്കാരിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങണം. ഈ നിയമം പണ്ടേ ഉള്ളതിനാൽ വില്ല വിയന്നയിൽ മാറ്റങ്ങൾ വരുത്താൻ ഷാരൂഖിന് സാധിച്ചിരുന്നില്ല. തുടർന്നാണ് ഇതിനോട് ചേർന്ന് തന്നെ ഒരു 6 നില ബംഗ്ലാവ് ഷാരൂഖ് പണിയുന്നതും കെട്ടിട സമുച്ചയത്തിന് മന്നത്ത് എന്ന് പേര് നൽകുന്നതും. 2006 നടന്ന മറ്റൊരു ലിസ്റ്റിംഗിൽ ഈ പ്രോപ്പർട്ടി ഗ്രേഡ് 2B എന്നതിലേക്ക് മുംബൈ ഹെറിറ്റേജ് കൺസർവേഷൻ കമ്മിറ്റി ഉയർത്തിയിരുന്നു. ഇതോടെ വീട് റിനോവേറ്റ് ചെയ്യുന്നതിന് കടമ്പകളുമേറി. മന്നത്തിന്റെ വാസ്തുപരമായ പ്രത്യേകതകളും അതിരിക്കുന്ന പ്രദേശത്തിന് പ്രാധാന്യവും ഒക്കെ കണക്കിലെടുത്താണ് സ്ഥലം ഗ്രേഡ് 2Bയിലേക്ക് ഉയർത്തിയത്. ബാന്ദ്രയുടെ തെക്കേ അറ്റത്തായി അറബിക്കടലിനോട് ചേർന്ന് ലാൻഡ്സ് എൻഡ് എന്ന സ്ഥലത്താണ് മന്നത്തിന്റെ ലൊക്കേഷൻ. പഴയ ബാന്ദ്ര കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഈ മേഖലയിലുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവിടെയുള്ള കെട്ടിടങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ മഹാരാഷ്ട്ര കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഡെവലപ്മെന്റ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. 2019 ലീസ്ഡ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഫ്രീ ഹോൾഡ് ഓണർഷിപ്പിലേക്ക് ഷാരൂഖ് മന്നത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റിയിരുന്നു. 27.5 കോടിയാണ് താരം അന്ന് ഇതിനായി ചെലവഴിച്ചത്. ഭൂമിയുടെ വില മാത്രം നൽകിയാൽ മതി എന്നിരിക്കെ നിർമ്മാണ ചെലവ് കൂടി നൽകേണ്ടി വന്നതോടെയാണ് ഇത്രയും തുക ഷാരൂഖിന് അടക്കേണ്ടി വന്നത്. നിലവിൽ മന്നത്തിൽ 2 നില കൂടി പണിയാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഇതിനായി നവംബറിൽ മഹാരാഷ്ട്ര കോസ്റ്റൽ സോൺ അതോറിറ്റിയിൽ നിന്ന് വീടിന്റെ ഇന്റീരിയർ ഡിസൈനർ കൂടിയായ ഗൗരി ഖാൻ അനുമതി തേടിയിരുന്നു. ഒരു ഐഡന്റിറ്റി തന്നെയായി മാറിയ മന്നത്ത് സ്വന്തമാക്കിയതിനെക്കുറിച്ച് നിരവധി വേദികളിൽ വാചാലനായിട്ടുണ്ട് ഷാരൂഖ്. ആ ബംഗ്ലാവ് വാങ്ങാനുള്ള പണം കയ്യിലില്ലാതിരുന്ന കഥയും പണം ഒത്തുവന്നപ്പോൾ ഒന്നും നോക്കാതെ ഓടിച്ചെന്ന് കരാർ ഒപ്പിട്ട കഥയുമൊക്കെ ഗൗരിയും പങ്കുവയ്ക്കാറുണ്ട്. ഇടയ്ക്ക് വീടിന്റെ ഇന്റീരിയർ മാറ്റി ഡിസൈൻ ചെയ്യുന്ന ദൗത്യം ഗൗരി സ്വയം ഏറ്റെടുത്തിരുന്നു. ഷാരൂഖിനെ നിർബന്ധത്തിന് വഴങ്ങിയെടുത്ത ആ തീരുമാനത്തിലാണ് ഏത് സെലിബ്രിറ്റി വീടിന്റെ ഇന്റീരിയറിനോടും കിടപിടിക്കുന്ന തരത്തിൽ മന്നത്തിന്റെ അകത്തളങ്ങൾ ഒരുങ്ങിയത്. സ്വർഗം എന്നർത്ഥം വരുന്ന ജന്നത്തായിരുന്നു ഷാരൂഖ് തന്റെ വീടിന് ആദ്യമിട്ട പേര്. പിന്നീട് കരിയറിൽ ഉയർച്ച ഉണ്ടായതോടെ പ്രാർത്ഥന എന്നർത്ഥം വരുന്ന മന്നത്ത് എന്ന് ഷാരൂഖ് വീടിന്റെ പേര് മാറ്റുകയായിരുന്നു.